ക്ലാസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും എന്താണ് പരീക്ഷാ തിരക്കിലൊക്കെയാണ് അല്ലെ? പരീക്ഷയാണെങ്കിലും അല്ലെങ്കിലും പരീക്ഷാ സാധ്യതയുള്ള ചോദ്യങ്ങൾ തേടി നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നടക്കാറുണ്ട്. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് പോലും സ്കിപ്പ് ചെയ്യാതെ വരുന്ന അല്ലെ പരീക്ഷ കർത്താക്കൾ എന്ത് ചെയ്യാറില്ല, ഈ ഒരു ചോദ്യത്തെ അങ്ങ് മാറ്റി നിർത്താറില്ല എന്നതാണ് സത്യം. അത് ഏത് ക്ലാസ്സിൽ നിങ്ങൾ അല്ലെ ചെറിയ ക്ലാസ് മുതല് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അങ്ങ് കുറച്ച് വലിയ ക്ലാസ്സിൽ എത്തുന്നത് വരെ ഈ ഒരു ചോദ്യം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഏതാണ് ചോദ്യം എന്നല്ലേ? ഏതാണ് ചോദ്യം? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പ് നല്ല രീതിയിൽ തയ്യാറാക്കാൻ അറിയാവുന്നവരുണ്ടാവും. ഇനിയിപ്പോ അതല്ല, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല, ചില കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആസ്വാദനക്കുറിപ്പ് ചെറിയ ഒരു 2 മാർക്കിനൊക്കെ അല്ലെങ്കിൽ എ ഗ്രേഡിൽ എത്താൻ പറ്റാത്ത രീതിയിൽ എഴുതി വെച്ച് അവസാനിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ ഇതിന് കൃത്യമായിട്ടൊരു ഘടനയുണ്ട് എന്നുള്ളതാണ് സത്യം. ആസ്വാദനക്കുറിപ്പ് നമുക്ക് പഠിച്ചു വെച്ചാൽ ആ കവിത വരില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ തരുന്ന ഈ കവിതയല്ല നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പായിട്ട് വരിക. പിന്നെ ഏത് കവിതയാണ്? വേറെ ഏത് കവിത വന്നാലും എഴുതുന്ന തരത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. അപ്പൊ ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാ തയ്യാറാക്കേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഒരു കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ കവിത നമുക്ക് തന്നിട്ടുണ്ടാവും. കവിത എഴുതിയ ആളിന്റെ പേര്, അതാണ് കവി. കവിതയുടെ പേരും നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ മലയാളത്തിലെ ഒരു കവിതയല്ലേ തരൂ, ആരുടെ കവിതയാണെങ്കിലും നമുക്ക് പറയാം മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ അല്ലേ? നിങ്ങൾക്ക് അറിയാത്തൊരു കവിയാണ് എന്ന് വിചാരിക്കാം. ഇപ്പൊ പല പുതിയ കവികളുടെ കവിതകളൊക്കെയാണ് ആസ്വാദനക്കുറിപ്പായിട്ട് വരാറ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അവരെ പരിചയം ഉണ്ടാവില്ല, എങ്കിലും നിങ്ങൾക്ക് എഴുതാം മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ഇന്ന ആളുടെ കവിത എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കവിതയുടെ പേരും കവിയുടെ പേരുമാണ്. കവിതയുടെ ആശയം ചുരുക്കി എഴുതാം. കവിതയുടെ ആശയം എന്ത് ചെയ്യണം? നിങ്ങൾ ചുരുക്കി എഴുതണം. ആ കവിത ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വായിച്ചു നോക്കുക, എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും അല്ലെ? എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ കഥാപാത്രങ്ങൾ. കവിതയിൽ കഥാപാത്രങ്ങൾ ഉണ്ടാവോ? കഥയിൽ മാത്രാണോ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ടാവും അല്ലെ? ഉണ്ടാവും. എന്തിനെ കുറിച്ചാണ് കവിത പറയുന്നത്? അതാണ് അതിലെ കഥാപാത്രം. ഇപ്പൊ നമ്മുടെ കവിത തെങ്ങിനെ കുറിച്ചാണ്, അപ്പൊ തെങ്ങാണ് അതിലെ കഥാപാത്രം. എന്തിനെ കുറിച്ചാണ് കവിതയിൽ വർണ്ണിക്കുന്നത് എന്ന് എഴുതാം. അപ്പൊ കറക്റ്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ആരാണ് എഴുതിയത്, ഏതാണ് കവിത, എന്തിനെ കുറിച്ചാണ് അല്ലെ? അതിന്റെ ആശയം ചെറിയ ചുരുക്കി ഒന്ന് എഴുതാം. പിന്നെ കവിതയിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച കാര്യങ്ങള്, വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം, ഇതൊക്കെ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണ് എന്ന് എഴുതുക, അതുപോലെ അതിന്റെ കാരണവും. പിന്നെ നിങ്ങൾക്ക് ആകർഷിച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് എഴുതാനുള്ളത്? ഇതാ പ്രയോഗഭംഗി. കാണുന്നുണ്ടോ? ഇതിനൊരു നിറം വരുന്നില്ല അല്ലെ? ഇതാ ടീച്ചർ എഴുതി തരാം. ആകർഷിച്ച കാര്യം എന്ന് പറയുമ്പോൾ ചില പ്രയോഗങ്ങളൊക്കെ കവി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രയോഗഭംഗി. അതുപോലെ നല്ല താളമുണ്ടോ അതിന്, അത് ചൊല്ലാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ താളഭംഗി അല്ലെ? താളഭംഗി. ഇനി അക്ഷരങ്ങളും വാക്കുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ, അതിനാണ് നമ്മൾ ശബ്ദഭംഗി എന്ന് പറയാ. കുഞ്ഞിളം ചുണ്ടിന്റെ അല്ലെ, പിഞ്ചിളം, അങ്ങനെ കുഞ്ഞിളം അല്ലെങ്കിൽ കുഞ്ഞി അങ്ങനെ ചേർത്തിട്ട് ഞാൻ മണ്ണ് അല്ലെ, മണ്ണിന്റെ, വിണ്ണിന്റെ, അങ്ങനെ അല്ലെ, ഒരു വരിയില് അല്ലെങ്കിൽ 2 വരിയിലായിട്ട് ആ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരിക. ആദ്യത്തെ അക്ഷരം ഒരേപോലെ ആവുക. ഇപ്പൊ കാറ്റിൽ, കാലം, അങ്ങനെ കാക്ക, അങ്ങനെ ആവർത്തിച്ച് വരുന്നതാണ് എന്ത്? ശബ്ദഭംഗി എന്ന് പറയുന്നത്. അപ്പോ ശബ്ദഭംഗിയും പ്രയോഗഭംഗിയും താളഭംഗിയൊക്കെയാണ് കവിതയിൽ നിങ്ങളെ ആകർഷിച്ച കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഭാഗത്ത് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ നിങ്ങൾക്കുണ്ടായ അനുഭവം, അത് വായിച്ച സമയത്ത് നല്ല ഈണത്തോടെ ചൊല്ലാൻ പറ്റിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഓർമ്മ വന്നിട്ടുണ്ടാവും, അതൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് പരാമർശിക്കാം. പിന്നെ കവിതയിൽ ഇഷ്ടപ്പെട്ട വരിയും അതെന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്നുമാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ കവിത ഞാൻ ഇവിടെ വായിക്കാം. തെങ്ങ് എന്നാണ് കവിതയുടെ പേര്.
കവിത ഇങ്ങനെയാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആധുനിക കവിത്രയുണ്ട്, പ്രാചീന കവിത്രയുണ്ട്. അതിലെ ആധുനിക കവിത്രയം ആശാൻ ഉള്ളൂർ വള്ളത്തോളാണ്. അതിൽ ഉള്ളൂർ എഴുതിയ ഒരു കവിതയാണ്. കവിതയുടെ പേരാണ് തെങ്ങ്. അല്ലെ? തെങ്ങ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും കാണുന്ന നമ്മുടെ കേരളത്തിന്റെ സ്വന്തം തെങ്ങ് അല്ലെ? ഇതാ കവിത ഇങ്ങനെയാണ്. കാറ്റത്തിളകും മടലുകളും കാച്ചു തഴയ്ക്കും കുലുകുലയായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകളൊട്ടനേകം. പാരിനഴകും നിഴലും മേകി പാരമിതെങ്ങു വിളങ്ങിടുന്നു തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം തൻ തലമേൽ താങ്ങി നിന്നിടുന്നു. ആര്? തെങ്ങ്. എന്തൊക്കെയാ പറയുന്നേ? കാറ്റത്തിളകുന്ന മടലുകളിലെ തെങ്ങിന് അതിന്റെ മടലുകളൊക്കെ ഉണ്ട്. എന്താ? ഓലയും മടലും അല്ലെ? അതുപോലെ കാച്ചു തഴയ്ക്കും കുലകുലയായിട്ട് തേങ്ങകൾ ഇങ്ങനെ കുലച്ചു നിൽക്കുന്നുണ്ട്. പിന്നെയോ നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകൾ ഒട്ടനേകം, ഒരുപാട് തെങ്ങുകൾ അല്ലെ? പാരിനഴകും നിഴലുമേകി. പാരി എന്ന് പറഞ്ഞാല് ഭൂമിയാണ്. ഭൂമിക്ക് അഴകും അതുപോലെ ഒരു തണലാണ് അല്ലെ? തണലും അല്ലെങ്കിൽ നിഴലുമേകി. പാരമിതെങ്ങു വിളങ്ങിടുന്നു അല്ലെ? പാരിലായിട്ട് ഇങ്ങനെ വിളങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷമാണ് തെങ്ങ് അല്ലെ? തന്റെ ഉടമസ്ഥന്, അതായത് നമ്മളുടെ പറമ്പിലാണ് തെങ്ങുള്ളതെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ നമ്മളാണ് അല്ലെ? നമുക്ക് വേണ്ടിയിട്ട് തെങ്ങ് എന്ത് ചെയ്യുന്നു? തന്നുടമസ്ഥന് വേണ്ടിയിട്ട് തൻ തലമേൽ താങ്ങി നിന്നിടുന്നു. തന്റെ തലയില് അല്ലെ മേലെയാണ് തേങ്ങയും കുലയും അതുപോലെ മട്ടലും ഓലയും ഒക്കെ, അതൊക്കെ ഇങ്ങനെ താങ്ങി നിൽക്കുകയാണ് ആര്? തെങ്ങ്. തന്റെ ഉടമസ്ഥന് വേണ്ടിയിട്ട്. തെങ്ങിന് എന്തേ ഗുണമുണ്ടോ? നമുക്ക് വേണ്ടിയിട്ടാണ് ശരിക്കില്ലേ? നമ്മളാണ് തേങ്ങ പറിക്കുന്നതും അതുപോലെ നമുക്ക് കറി വെക്കാനും പായസം വെക്കാനും വിൽക്കാനും വെളിച്ചെണ്ണയാക്കാനും അല്ലെ? ഓല കിട്ടാനും വിറകിന് വേണ്ടിയിട്ടും എല്ലാം നമ്മൾ തെങ്ങിനെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ വേനൽക്കും മഞ്ഞിനും ഭേദമില്ല. വേനലിനും മഞ്ഞിനൊന്നും ഭേദമില്ല. വേനലാണോ മഞ്ഞാണോ അല്ലെ? വേറിട്ടൊരൊറ്റ നിലവുമല്ല, വേറെ ഒരു ചിന്തയില്ല അതിന്. തന്റെ ഉടമസ്ഥന് നല്ല രീതിയിൽ ഉപകാരിയാകാന്ന് മാത്രമാണ് ഇപ്പൊ തെങ്ങിന്റെ ഒരു വിചാരം അല്ലെ? അച്ഛനും അമ്മയും ബാല്യകാലത്തൽപ്പം ജലം ഇതിനേകി പോലൂ. ഒരു കുട്ടിയാണ് തെങ്ങിനെ ഇങ്ങനെ നോക്കി കാണുന്നത്. അപ്പൊ കുട്ടി പറയാണ്, എന്റെ അച്ഛനും അമ്മയും തെങ്ങിന്റെ ചെറുപ്പകാലത്ത് ബാല്യകാലത്ത് തെങ്ങ് കുഞ്ഞായിരുന്ന സമയത്ത് അതിന് കുറച്ച് വെള്ളം കൊടുത്തു, ജലം കൊടുത്തു. അപ്പോൾ അതിന്റെ നന്ദി മൂലം അവർക്കിതിപ്പോൾ ആശിച്ചതൊക്കെയും നൽകിയിടുന്നു അല്ലെ? അവരെന്ത് ചെയ്യാണ്? അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ജലം കൊടുത്തതിന്റെ ബാല്യകാലത്തിലെ ആ ഒരു വെള്ളം കൊടുത്തതിന്റെ നന്ദിയായിട്ട് അവരെന്ത് കൊടുക്കുന്നു? തെങ്ങ് എന്ത് കൊടുക്കുന്നു? ഇപ്പോഴും അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെ? തെങ്ങ് നല്ലൊരു സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെ? നല്ല വിലയാണ് ഇപ്പൊ തേങ്ങയ്ക്കൊക്കെ, വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇങ്ങനെ കത്തിക്കയറല്ലേ അല്ലെ? അപ്പോ അതിനെ കുറിച്ചാണ് ഉള്ളൂർ എഴുതിയത്. ഒരു കുട്ടി ഒരു തെങ്ങിനെ നോക്കി കാണുകയാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടെ നമുക്കിത് കണക്ട് ചെയ്ത് പറയാം. എന്താണ്? ഒരു നന്ദി കാണിക്കുകയാണ് തെങ്ങ് വീട്ടുകാരോട് അല്ലെ? പണ്ട് ജലം കൊടുത്തതിന്റെ, ഒരു വെള്ളം കൊടുത്തതിന്റെ. നമുക്ക് പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് മറ്റുള്ളവരെ നന്ദിയോടെ സ്മരിക്കുക എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അല്ലെ? പാലം കടക്കുവോളം നാരായണ നാരായണ പാലം കടന്നാൽ കോരായണ. നമ്മളെ ആരെ സഹായിച്ചെന്നൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, പിന്നെ അവര് പോട്ടെ എന്നുള്ള മട്ടാണ് അല്ലെ? പക്ഷെ അങ്ങനെ നമ്മൾ ആവാൻ പാടില്ല. അതും കൂടി ഒരു പാഠം കൂടിയാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. അങ്ങനെയും നമുക്ക് ഇതിനെ വായിച്ചെടുക്കാം. അപ്പൊ നമുക്ക് എന്തെഴുതാം? ആസ്വാദനക്കുറിപ്പ് എഴുതാം. ആദ്യം ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ മലയാളത്തിന്റെ പ്രിയ കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ വളരെ മനോഹരമായ ഒരു കവിതയാണ് തെങ്ങ് അല്ലെ? മലയാളത്തിന്റെ പ്രിയ കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയ വളരെ മനോഹരമായ ഒരു കവിതയാണ് തെങ്ങ്. കേരളത്തിന്റെ സ്വന്തം കൽപ്പവൃക്ഷത്തെ, കേരളത്തിന്റെ കൽപ്പവൃക്ഷം അതാണ് തെങ്ങ് അല്ലെ? അത് നമുക്ക് അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആ കവിതയെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം കേട്ടോ. കേരളത്തിന്റെ സ്വന്തം കൽപ്പവൃക്ഷത്തെ ഒരു കുട്ടിയുടെ മനസ്സോടെ നോക്കിക്കാണുകയാണ് കവി ഇവിടെ. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് എന്തെന്ന് ചോദിച്ചാൽ നിറഞ്ഞു നിൽക്കുന്ന തെങ്ങും
തെങ്ങിൻ തോപ്പുകളും തന്നെയാണ്. നമ്മുടെ കേരളത്തില് നിറയെ തെങ്ങും തോപ്പൊക്കെ ഉണ്ട് എന്ന് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ നമുക്ക് എഴുതാം. അതുപോലെ ആരാണ് എഴുതിയതെന്നും ഏതാണ് കവിത എന്നും നമ്മൾ എഴുതി. അതിനുശേഷം നോക്കൂ, കാറ്റിൽ ഇളകുന്ന മടലുകളും തഴച്ചു നിൽക്കുന്ന എന്നാണേ. കാറ്റിൽ ആടുന്ന മടലുകളും തഴച്ചു നിൽക്കുന്ന തേങ്ങകളുമായി നമ്മുടെ തോട്ടത്തിൽ നിൽക്കുന്ന തെങ്ങുകൾ ഈ ലോകത്തിന് തന്നെ അല്ലെ, ഈ ഭൂമിക്ക് തന്നെ പാര് ലോകമാണ് അല്ലെ, നിഴലേകി വിളിക്കുന്നു എന്നാണ് കവി പറയുന്നത്. തന്റെ ഉടമസ്ഥന് വേണ്ടുന്നതെല്ലാം നൽകുകയും വെയിലും മഞ്ഞും എന്ന ഭേദമില്ലാതെ തെങ്ങുകൾ നിലകൊള്ളുന്നു. ഇത് ഞാനില്ലേ ഈ ലോകം എന്നുള്ള ഭൂമി തന്നെയാക്കാം കേട്ടോ. പാര എന്നുള്ള വാക്കിന് നമ്മള് ശരിക്കും പാര് ഭൂമിയാണ്. അപ്പോ ഈ ലോകം എന്നുള്ളത് ടീച്ചർ എന്താക്കുന്നുണ്ട്, ഭൂമി എന്നാക്കുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. ഇതാ ഈ ഭൂമിക്ക്, നമ്മളെ ഭൂമിക്കാണ് അല്ലെ, ഭൂമിക്കാണ് ഒരു താങ്ങായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭൂമിക്ക് തന്നെ നിഴലേകി നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത്. തന്റെ ഉടമസ്ഥന് വേണ്ടുന്നതെല്ലാം നൽകുകയും വെയിലും മഞ്ഞും ഭേദമില്ലാതെ തെങ്ങുകൾ നിലകൊള്ളുന്നു അല്ലെ, നൽകിക്കൊണ്ട് തെങ്ങുകൾ നിലകൊള്ളുന്നു. തന്റെ അച്ഛനും അമ്മയും എന്നോ നൽകിയ ഇത്തിരി ജലത്തിന്റെ നന്ദി ഇന്നും തെങ്ങ് അവരോട് കാട്ടുന്നു. അവരാശിച്ചതെല്ലാം നൽകുന്നു എന്നതാണ് കവിതയിൽ പറയുന്നത്. മലയാളികളുടെ കാർഷിക സംസ്കാരത്തെയും കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെയും ഈ കവിത എടുത്തു കാട്ടുന്നു അല്ലെ. പിന്നെ നമുക്ക് എഴുതാം, ബാല്യത്തിലോ നൽകിയ ഒരിറ്റു ജലത്തിന്റെ, ബാല്യത്തിൽ എന്നോന്ന് എഴുതട്ടോ, ബാല്യത്തിൽ നൽകിയ ഒരിറ്റു ജലത്തിന്റെ നന്ദിക്ക് മേൽ ഇന്നും തങ്ങൾക്ക് ഉപകാരിയാകുന്ന തെങ്ങിനെ നോക്കിക്കാണുകയാണ് കുട്ടി. ഇന്ന് തങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നവരെ സ്മരിക്കുക പോലും ചെയ്യാത്ത ആളുകളുടെ, നമ്മുടെ അഭിപ്രായമാണ് എഴുതുന്നത്. ഇതിൽ ഒരുപാട് പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും കാണാനില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ അഭിപ്രായം എഴുതാം അല്ലെ. സ്മരിക്കുക പോലും ചെയ്യാത്ത ആളുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവരെ പറ്റി നമ്മൾ ഓർക്കാറില്ല ചിലപ്പോൾ. അപ്പോൾ തെങ്ങ് നമുക്ക് തണലാകുന്നതിനെ കുറിച്ചും മുൻപ് ചെയ്തു തന്ന കാര്യം ഓർത്ത് ഇന്നും മറ്റുള്ളവന് പ്രത്യുപകാരിയാവുന്ന തെങ്ങ് മനുഷ്യനോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വളരെ ലളിതമായ ഭാഷയിൽ മനോഹരമായ ഒരാശയം വായനക്കാരനിലേക്ക് എത്തിക്കാൻ ഈ കവിതയിലൂടെ കഴിയുന്നു. താളഭംഗിയും താളം ഉണ്ടല്ലോ അത്യാവശ്യം. ടീച്ചർ ഇത്തിരി താളത്ത് ചൊല്ലിക്കില്ലേ. താളഭംഗിയും ശബ്ദഭംഗിയും മേളിക്കുന്ന തെങ്ങ് എന്ന കവിത ആശയഭംഗി കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നു. നല്ലൊരു ആശയാണ് നമുക്കിത് തരുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ ഇത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇഷ്ടവരിയും എനിക്ക് ഇന്ന വരിയാണ് ഏറ്റവും ഇഷ്ടം. അതിന്റെ കാരണം, ഇഷ്ടവരി കാരണം, ഇഷ്ടവരിയും അതിന്റെ കാരണവും. എന്താ ഇഷ്ടവരി? ഇതിൽ ഒരുപാട് വരികളുണ്ട്. ഇത് നോക്ക്, എനിക്ക് ഈ വരിയാണ് ഇഷ്ടമായത് കേട്ടോ. അച്ഛനും അമ്മയും ബാല്യകാലത്തൽപ്പം ജലമിതിന്നേകി പോലൂ, ആ നന്ദി മൂലം അവർക്കതിപ്പോൾ ആശിച്ചതൊക്കെയും നൽകിയിടുന്നു. എന്നോ നൽകിയ ഒരു സഹായത്തിന്റെ പേരില് ഇന്നും അവരെ തിരിച്ച് സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു ആശയം. അതുകൊണ്ട് ഈ വരികളാണ് എനിക്കിഷ്ടമായത് എന്ന് ഞാൻ എഴുതും. അപ്പോ മക്കൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഏത് കവിയുടെ കവിത തന്നാലും നിങ്ങൾക്ക് മലയാളത്തിന്റെ പ്രിയ കവി എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ ചില താളഭംഗികള്, ശബ്ദഭംഗികള്, ഇത് നോക്കൂ. ഇതിലെ ശബ്ദഭംഗിയാണേ. കാറ്റത്തിളകും കാച്ചു തഴയ്ക്കും അല്ലേ. കാറ്റത്തിളകും കാച്ചു തളയ്ക്കും. അടുത്തത് കണ്ടോ, രണ്ടിടത്തിലും രണ്ടും തുടങ്ങിയത് ക. അതാ അതിന്റെ ശബ്ദഭംഗിയ. ശബ്ദം കാറ്റത്തിളകും മടലുകളും കാച്ചു തഴയ്ക്കും കുലകുലയായി. അടുത്തത് നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകളൊട്ടനേകം. നാനാ. പിന്നെ പാരിനഴകും പാരമിതെങ്ങും പാ അല്ലേ. പിന്നെ തന്നുടമസ്ഥനു തൻ തലമേൽ താങ്ങി വേ
വേനൽക്കും മഞ്ഞിനും ഭേദമില്ല, വേറിട്ടൊരൊറ്റ നിലവുമില്ല. അല്ലേ? അപ്പോൾ ഇങ്ങനെ എന്ത് വരുന്നുണ്ട്? ശബ്ദഭംഗി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ടീച്ചർക്ക് തോന്നുന്നത്. അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷയൊക്കെ എഴുതണം. ഇത് ഒരു പരീക്ഷയ്ക്ക് മാത്രമല്ല, എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ആസ്വാദനക്കുറിപ്പ്. എത്ര എഴുതിയാലും അതങ്ങ് ശരിയായില്ല എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക. ഓരോ കവിത കാണുമ്പോഴും അതിനെങ്ങനെയായിരിക്കും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടതെന്ന് വെറുതെ മനസ്സിലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. അത് മാത്രമല്ല, നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. നിങ്ങൾ എല്ലാം കാണേണ്ടതായിട്ടുണ്ട്. പരീക്ഷയാണല്ലേ. അപ്പോ ഈ ഒരു കോണ്ടന്റ് വീഡിയോയില് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. വേണമെങ്കിൽ മാരത്തോണിലും ടീച്ചർ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്താം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിന്റെ കാര്യം, നമ്മളെ സൈലത്തിന്റെ ബാച്ച് എന്ന് പറയുന്ന അടിപൊളി ബാച്ച് ഉണ്ട്. അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതൊക്കെ ഫ്രീ ആണ്. ബാച്ചിന്റെ കാര്യത്തിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം സൈലം ലേണിംഗ്.